യോഗത്തിൽ പങ്കെടുക്കാൻ ദേശീയ പ്രസിഡന്റ് JP നദ്ദ കൊല്ലത്തെത്തി. കൊല്ലത്ത് ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ സംസ്ഥാന കമ്മിറ്റി തുടങ്ങി. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ സ്വീകരിക്കുന്ന നടപടികൾ ചർച്ച ചെയ്യും. സമ്മേളന സ്ഥലത്ത് നിന്നും രാമഭദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ പരിപാടികൾ പുരോഗമിക്കും. പാർട്ടിയുടെ തന്നെ സംസ്ഥാന തലത്തിലെ പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ, അതേ കണക്ക് നമ്മുടെ MP ആയിട്ടുള്ള ശ്രീ സദാനന്ദൻ മാസ്റ്റർ, അതേപോലെ പ്രത്യേകതയായിട്ടുള്ള എല്ലാ പേരും വന്നെങ്കിലും പക്ഷേ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി ഈ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരും അദ്ദേഹം പാർട്ടി പരിപാടികളൊന്നും അദ്ദേഹം അങ്ങനെ മുൻപ് പങ്കെടുക്കാറില്ല, അതിൽ കാര്യമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നില്ലെങ്കിലും വളരെ വിപുലമായിട്ട് തന്നെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ തന്നെ പാർട്ടിയുടെ തീരുമാനമായിട്ടാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തെ മികച്ച രീതിയിൽ നിരവധി ജനപ്രതിനിധികളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള വളരെ വിപുലമായ ഒരു യോഗമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് നദ്ദാജി ഉടനെ തന്നെ പങ്കെടുക്കും. വളരെ ആവേശപൂർവ്വമാണ് നദ്ദാജി വന്നപ്പോൾ പ്രവർത്തകരെല്ലാം ആവേശത്തോട് ഭാരത് മാതാ കി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നദ്ദാജിയെ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റികളെല്ലാം മാറ്റി നിർത്തി പ്രവർത്തകരോടൊപ്പം ചേർന്നാണ് അദ്ദേഹം ഹോട്ടലിലേക്ക് പോയത്. സെക്യൂരിറ്റി സംവിധാനങ്ങൾ ആരും പ്രവർത്തകരെ മാറ്റി നിർത്താനോ ദൂരെ മാറ്റി നിർത്താനോ ഒന്നും ശ്രമിക്കാതെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് വരുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. എല്ലാ പ്രവർത്തകരുമായിട്ടും നേതാക്കന്മാരുമായിട്ടും ഒത്തൊരുമിച്ചിട്ട് എല്ലാ ഇണക്കങ്ങളും ഉണ്ട് എല്ലാം മാറ്റിവെച്ച് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും വൻപിച്ച വിജയം കേരളത്തിൽ കരസ്ഥമാക്കണം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാനം രാജ്യം ഭരിക്കാൻ ഉള്ള MP-മാർ ഉണ്ടെങ്കിൽ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അവരെ ഉദ്ദേശ ലക്ഷ്യം നദ്ദയുടെ ലക്ഷ്യവുമൊക്കെ ഈ തമിഴ്നാട്, കേരളം അതേപോലുള്ള സംസ്ഥാനങ്ങളിൽ MP-മാരില്ലാത്തവരെ MP ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെ ജനപ്രതിനിധിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ്. ഇതേ കണക്ക് നിരവധി സുരേഷ് ഗോപിമാർ MP ആയിട്ട് വരണം, അല്ലെങ്കിൽ കേരള സംസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി പിടിക്കുമെന്ന് പറഞ്ഞ് മാറാത്തത് മാറുമെന്ന് പറഞ്ഞ് എന്നുള്ള ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തും വരുന്ന സംസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കന്മാർ ശ്രീ കുമ്മനം രാജശേഖരൻ, അതേപോലെ ശോഭാ സുരേന്ദ്രൻ, അതേപോലെ തന്നെ പാർട്ടിയുടെ GGP-മാരായിട്ടുള്ള ശ്രീ ജേക്കബ് തോമസ്, അതേപോലെ മുൻ ശ്രീലേഖ IPS, അതങ്ങനെ നിരവധി പേർ പാർട്ടിയുടെ ചുമതലയിലുള്ള കമ്മിറ്റി അംഗങ്ങളാവട്ടെ ഭാരവാഹികളാവട്ടെ ശ്രീ മേജർ രവി, അങ്ങനെ നിരവധി പേരാണ് ഇന്ന് ബീച്ച് ഓർക്കിഡിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും വൻ ചരിത്ര വിജയമാകുന്ന ഒരു സംസ്ഥാന സമിതി യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ കേരളത്തിലെ ജനങ്ങളും മാറും, ജനങ്ങളുടെ പ്രതീക്ഷകൾ മാറും. അതിനൊത്തു തന്നെ പുതിയ ഒരു ഭരണ സംവിധാനം BJP-യും അന്യമല്ല കേരളത്തിൽ. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലാക്കിയതാണ്. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി അധിക്ഷേപിക്കുമെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജനപ്രതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാം തന്നെ പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരും എല്ലാ ഭാരവാഹികളും തന്നെ ഇന്നത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ആയിട്ട് വളരെ മികച്ച ഒരു രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ഈ സംസ്ഥാനത്തിലെ LDF-ഉം UDF-ഉം എല്ലാം ഭീതിയോടെ ആണ് നോക്കിക്കാണുന്നതെന്നാണ് BJP നേതാക്കന്മാരും പ്രവർത്തകരും നമ്മളോട് പറയുന്നത്. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.